KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൊട്ടപ്പുറം സംവാദത്തിന്റെ 30ാം വാർഷിക സമ്മേളനത്തിന് കൊട്ടപ്പുറം EK ഹസൻ മുസ്ലിയാർ നഗരിയിൽ നാളെ തുടക്കം. തത്സമയം KMIC-യിൽ. കൊട്ടപ്പുറം സംവാദത്തിന് 3 പതിറ്റാണ്ട് ഒരെത്തിനോട്ടം ഇന്ന് KMIC ന്യൂസ് ടൈമിൽ. സമസ്ത മദ്രസ പൊതുപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 97% വിജയം. സാമുദായിക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 3 രൂപ കുറച്ചു. സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ വില 56 രൂപ കുറച്ചു. ജനങ്ങൾ ഇരുട്ടത്ത്, മന്ത്രിമാർ വൈദ്യുതി ദൂർത്ത് തുടരുന്നു. വാർത്തകൾ വിശദമായി. NSS, SNDP തുടങ്ങിയ പരാതികളും വിമർശനങ്ങളുമുള്ള എല്ലാ സാമുദായിക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അബ്ദുൽ നാസർ മഅദനിക്ക് നീതി ലഭ്യമാക്കാൻ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുമെന്നും മുഖ്യമന്ത്രി ബാംഗ്ലൂരിൽ പറഞ്ഞു. അല്ലെങ്കിൽ പ്രതിഷേധമുള്ളവർക്ക്, വിമർശനമുള്ളവർക്ക് എപ്പോഴും കോൺഗ്രസ് ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം കോൺഗ്രസിനെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കോൺഗ്രസിന്റെ സഹിഷ്ണുതയാണ്. അബ്ദുൽ നാസർ മഅദനിക്ക് നീതി നിഷേധിക്കുന്നത് ശരിയായ നടപടിയല്ല. ബാംഗ്ലൂർ പാതയിലെ രാത്രിയാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് കർണാടക സർക്കാരുമായി കൂടിയാലോചന നടത്തും. വിചാരണ കൂടാതെ ഒരാളെ തടവിൽ അനിശ്ചിതമായിട്ട് വെക്കുന്നത് അത് പൗരസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നായി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 3 രൂപ കുറച്ചു. സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ വില 56 രൂപ കുറച്ചു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില $94 താഴ്ന്നതിനെ തുടർന്നാണ് എണ്ണ കമ്പനികൾ പെട്രോൾ വില 3 രൂപ കുറച്ചത്. ഇന്ത്യ വാങ്ങുന്ന ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശരാശരി $3 കുറവാണ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഉണ്ടായത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ടു നിന്നതും പെട്രോൾ വില കുറയാൻ കാരണമായി. കഴിഞ്ഞ 6 ആഴ്ചക്കിടെ 7 രൂപയുടെ കുറവാണ് പെട്രോൾ വിലയിൽ എണ്ണക്കമ്പനികൾ വരുത്തിയത്. മാർച്ച് 15-ന് 2 രൂപയും ഏപ്രിൽ 2-ന് 86 പൈസയും ഈ മാസം 15-ന് 1 രൂപയും പെട്രോളിന് കുറച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായാണ് എണ്ണക്കമ്പനികൾ പെട്രോൾ വില 3 രൂപ കുറയ്ക്കുന്നത്. വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിൽ മന്ത്രിമാരെ മാതൃകയാക്കരുത്. വൈദ്യുതി ലാഭിക്കണമെന്ന് പ്രസംഗിക്കുന്നവർ ഔദ്യോഗിക വസതികളിൽ വൈദ്യുതോപഭോഗം കുറയ്ക്കാൻ ഈ മാസവും ഒന്നും ചെയ്തില്ല. ഉപഭോഗത്തിൽ മന്ത്രി KP മോഹനൻ ഒന്നാമത്. തല്ലേണ്ട, നന്നാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രിമാർ. മന്ത്രിമന്ദിരങ്ങളിലെ വൈദ്യുതി ബില്ല് വ്യക്തമാക്കുന്നത് അതാണ്. 2 മാസത്തെ ബില്ലായി മന്ത്രി KP മോഹനൻ അടച്ചത് 45,488 രൂപ. കഴിഞ്ഞ മാസത്തെ മാത്രം ഉപഭോഗം 3,583 യൂണിറ്റ്. ബില്ല് കൂടിയാലും മന്ത്രി KM മാണിക്ക് ആശ്വസിക്കാം. 1-ാം സ്ഥാനത്തു നിന്നും ഇറങ്ങാനായി. കഴിഞ്ഞ മാസം മാണിയായിരുന്നു ഒന്നാമത്. ഇത്തവണ 2 മാസത്തെ ബില്ല് 44,448 രൂപ. ഉപഭോഗം 5,179 യൂണിറ്റ്. ഇതിനു മുമ്പ് ഉപഭോഗം 3,071 യൂണിറ്റായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൌസിന് വേണ്ടി 42,814 രൂപ ബില്ലടച്ചു. മന്ത്രി ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞ മാസം വൈദ്യുതിക്കായി മുടക്കിയത് 39,928 രൂപ. ജനങ്ങൾ ഉപഭോഗം കുറയ്ക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നവർ സ്വന്തം കാര്യത്തിൽ സ്വാർത്ഥരാകുന്നു എന്നാണ് ഉയരുന്ന വൈദ്യുതി ബില്ല് വ്യക്തമാക്കുന്നത്. വൈദ്യുതി ഉപഭോഗം കുറക്കണം എന്ന് പറയുന്ന മന്ത്രിമാർ അത് അവരുടെ വീടുകളിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമാണ് ഇതിൽ നിന്ന് ഉന്നയിക്കുന്നത്. സർക്കാർ ചിലവിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ജനപ്രതിനിധികളിൽ മാതൃക കാട്ടിയത് PC ജോർജാണ്. 2 മാസത്തേക്ക് വൈദ്യുതിക്കായി ജോർജ് നൽകിയത് കേവലം 2,263 രൂപ മാത്രം.
നിരക്കുയർന്നതാണ് മന്ത്രിമന്ദിരങ്ങളിലെ നിരക്ക് ഉയർന്നതിന് കാരണമായി KCB പറയുന്നത്. എന്നാൽ ഉപഭോഗവും വൻതോതിൽ ഉയർന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ ഈ മാസം 10 മുതൽ 12 വരെ നടക്കുന്ന CPM PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചർച്ച ചെയ്യും. VS-നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുക, VS-ന്റെ 3 സഹായികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സംസ്ഥാന ഘടകം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ VS-നെ മാറ്റണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലെത്തിയിട്ടില്ലെന്ന് PB അംഗം സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ പദവി മറയാക്കി VS അച്യുതാനന്ദൻ തുടർച്ചയായി പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ പരാതി. VS-നെ മാറ്റണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ശുപാർശ ചെയ്യാനും സംസ്ഥാന സമിതി തീരുമാനിച്ചിരുന്നു. VS-ന്റെ 3 വിശ്വസ്തരെ പുറത്താക്കണമെന്ന ശുപാർശ കൊൽക്കത്തയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി പരിഗണിക്കാതിരുന്നത് സമയക്കുറവ് മൂലമാണെന്നും അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പ്രകാശ് കാരാട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളിലാണ് ഈ മാസം 10 മുതൽ ആരംഭിക്കുന്ന CPM നേതൃയോഗങ്ങൾ നിർണായകമാകുന്നത്. എന്നാൽ VS പ്രശ്നം ഇതുവരെ കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ലെന്നും സംസ്ഥാന നേതാക്കൾ ഉന്നയിച്ചാൽ ചർച്ച ചെയ്യുമെന്നുമാണ് PB അംഗം സീതാറാം യെച്ചൂരി പറയുന്നത്. The question that you have raised, nothing of that sort has come to us at the center. So let us see what will come. But let me tell you, as far as the CPM is concerned, we are a united party and we will. പാർട്ടി വിട്ടവർ തിരിച്ചുവരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അക്കാര്യം പാർട്ടി പരിഗണിക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് VS-നെതിരെ നടപടിയെടുക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സീതാറാം യെച്ചൂരിയടക്കം ഒരു വിഭാഗം വാദിക്കുന്നുമുണ്ട്. മൊബൈൽ ഫോണിൽ പണം തീർന്നുവെന്ന് കരുതി ഇനി വിഷമിക്കേണ്ട. വീട്ടിലിരുന്നും വേണമെങ്കിൽ യാത്രയിലും റീചാർജ് ചെയ്യാം. ATM പോലെ ഒരു ഉപകരണം ഒപ്പം കരുതണമെന്ന് മാത്രം. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനാണ് ATM ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ തിരിച്ചാണ്. എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണമെന്ന് നിശ്ചയിച്ച് ബട്ടണിൽ വിരലമർത്തണം. പിന്നെ ഫോണിൽ സ്വൈര്യമായി ലഭിക്കാം. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കണ്ടെത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഈ സിസ്റ്റം സ്ഥാപിച്ചാൽ ATM ഉപയോഗിക്കുന്നത് പോലെ മൊബൈൽ ഫോൺ ഇഷ്ടാനുസരണം റീചാർജ് ചെയ്യാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. യന്ത്രം വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ചില ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മൊബൈൽ റീചാർജിംഗ് സംവിധാനത്തിനൊപ്പം സിറ്റി ഗൈഡിന്റെ രൂപത്തിലും യന്ത്രം സഹായിക്കും. നഗരത്തിലെ ഏത് പ്രദേശത്തെക്കുറിച്ചും വഴികളെക്കുറിച്ചും ഒരു ബട്ടണമർത്തിയാൽ മനസ്സിലാക്കാനും കഴിയും. ഇന്നത്തെ സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം പവന് 120 രൂപ കുറഞ്ഞ് 20,520 രൂപയായി. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. സ്വർണം ഗ്രാമിന് 2,565 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. തിങ്കളാഴ്ചയാണ് പവന് 160 രൂപ കുറഞ്ഞ് 20,640 രൂപയായത്. ഇന്നലെയും ഇതേ വിലയാണ് വ്യാപാരം തുടർന്നത്. കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില കഴിഞ്ഞ ആഴ്ച അല്പമൊന്ന് ഉയർന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കനിവുറവിൻ വനിമദിന നശിദിനിയിൽ നിലാവിൻ സിന സല്ലല്ലാഹ് സയ്യിദൽ മുർസലീൻ സല്ലല്ലാഹ് സയ്യിദൽ മുർസലീൻ അലിവിൻ മോഹ കനിമദിന അലയുന്നുവൻ മനമധുമദിന അലിവിൻ മോഹ മദീന അലയുന്നുവൻ മനമധുമദീന സല്ലല്ലാഹ് സയ്യിദൽ മുർസലീൻ സല്ലല്ലാഹ് സയ്യിദൽ മുർസലീൻ മദീന മദദേ മദീന മദദേ മദീന മദദേ മദീന മദദേ മദീന മധുസ്നേഹ സുന മദദേ മദീന മധുസ്നേഹ സുന മലരിൻ മൃദുശീലവന മഹബൂബു മയങ്ങുമന മദദേ മദീന മദദേ മദീന മദദേ മദീന മദദേ വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കൊട്ടപ്പുറം സംവാദത്തിന്റെ 30ാം വാർഷിക സമ്മേളനം കൊട്ടപ്പുറം EK ഹസൻ മുസ്ലിയാർ നഗരിയിൽ നാളെ തുടക്കമാകും. 2 ദിവസം നീളുന്ന സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ SYS ആചരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് വാർഷികം സംഘടിപ്പിക്കുന്നത്.
നാളെ രാവിലെ 7:30 മണിക്ക് EK ഹസൻ മുസ്ലിയാർ മഖാം സിയാറത്തോടെ സമ്മേളനം തുടങ്ങും. 9 മണിക്ക് സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ പതാക ഉയർത്തും. സയ്യിദ് സൈനുൽ ആബിദിൻ ബാഫഖി മലേഷ്യ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി അധ്യക്ഷത വഹിക്കും. തുടർന്ന് നടക്കുന്ന ആദർശ പഠനത്തിൽ സി മുഹമ്മദ് ഫൈസി, നൌഷാദ് ഹസീനി ഒതുക്കുങ്ങൽ ക്ലാസുകൾ നയിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംഘടനാ സെഷൻ കോടമ്പുഴ ബാവ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, റഹ്മത്തുള്ള സഖാഫി എളമരം ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ആദർശ സമ്മേളനത്തിൽ സയ്യിദ് അലി ബാഫഖി തങ്ങൾ അധ്യക്ഷത വഹിക്കും. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. സുലൈമാൻ സഖാഫി മാടിയേക്കൽ, ആലവി സഖാഫി കൊളത്തൂർ, ഷാഫി സഖാഫി മുണ്ടമ്പ്ര തുടങ്ങിയവർ പ്രസംഗിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുജന റാലിയോടെ 2ാം ദിവസത്തെ പരിപാടികൾക്ക് തുടക്കമാകും. പുലിക്കലിൽ നിന്ന് കൊട്ടപ്പുറത്തേക്കാണ് റാലി. 5 മണിക്ക് സമാപന പൊതുസമ്മേളനം ആരംഭിക്കും. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. കൊട്ടപ്പുറം സംവാദത്തിന് നേതൃത്വം നൽകിയ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട്, ഇ സുലൈമാൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. കൊട്ടപ്പുറം സംവാദം 30ാം വാർഷിക സമ്മേളനത്തിന്റെ 2 ദിവസത്തെ മുഴുവൻ പരിപാടികളും തത്സമയം KMIC-യിൽ സംപ്രേഷണം ചെയ്യുമെന്ന് വെബ് ടീം കൺട്രോളർ മുജീബ് CMR അറിയിച്ചു. കാരന്തൂർ മർക്കസിന്റെ ബഹുമുഖ പദ്ധതികളിൽ പുതിയ സംവിധാനങ്ങളോടെ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഇസ്ലാമിക് പ്രോപ്പഗേഷൻ കോഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം മർക്കസ് കാശ്മീരി ഹോമിൽ നടന്നു. ധാർമ്മിക ബോധവും പരിജ്ഞാനവുമുള്ള പ്രൊഫഷണലുകളെ സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് മർക്കസ് ഒയാസിസ് ക്യാമ്പസിലൂടെ ലക്ഷ്യമാക്കുന്നത്. സ്കൂൾ 10ാം ക്ലാസും മദ്രസ 7ാം ക്ലാസും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ കൊമേഴ്സ് പഠനവും 3 വർഷത്തെ ഡിഗ്രി പഠനവും നൽകുന്നതോടൊപ്പം ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, തസവുഫ്, ലോജിക് വിഷയങ്ങളിൽ കാലാനുസൃത പഠനവും നൽകുന്നു. ഇംഗ്ലീഷ്, ഉറുദു ഭാഷാ പഠനത്തോടൊപ്പം സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകൾ, ജേർണലിസം, മനഃശാസ്ത്രം, സംഘാടനം, ആദർശം തുടങ്ങിയ സ്പെഷ്യൽ പഠനങ്ങളും കോഴ്സിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. ആർട്സ്, സ്പോർട്സ് മത്സരങ്ങൾ, എഡ്യൂടൂർ, ഇസ്ലാമിക് തിയേറ്റർ തുടങ്ങി വിവിധ പഠന പാഠ്യേതര പദ്ധതികൾ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ പ്രത്യേക ശിക്ഷണത്തോടൊപ്പം മർക്കസിലെ പ്രധാന ഉസ്താദുമാരുടെ ക്ലാസുകളും പ്രത്യേകമായി ലഭ്യമാകും. യോഗത്തിൽ പ്രിൻസിപ്പൽ N. അലി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഉസ്മാൻ സഖാഫി, മൂസ സഖാഫി, ഉനൈസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഏപ്രിൽ 6, 7 തീയതികളിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി സ്കൂൾ വർഷ കലണ്ടർ പ്രകാരം നടത്തിയ 5, 7, 10 ക്ലാസുകളിലെ മദ്രസ പൊതുപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 97% വിജയം. 5ാം ക്ലാസ്സിൽ നാദാപുരം ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം മദ്രസയിലെ മുഹമ്മദ് മിദ്ലാജ് MK 1ാം റാങ്കും, എടവണ്ണപ്പാറ പാഞ്ചേരി തടായി അൽമദ്രസത്തുൽ ജലാലിയയിലെ ഹിഷ്മ MC 2ാം റാങ്കും, തൃപ്പനച്ചി അലിർഷാദ് ഇസ്ലാമിയ സ്കൂളിലെ തസ്നീം PC പാറക്കടവ്, ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അനസ് KP 3ാം റാങ്കും നേടി. 7ാം ക്ലാസ്സിൽ മോങ്ങം ഒമ്മുൽഖുറ അലിഫ് സെക്കൻഡറി മദ്രസയിലെ ഷെഹബ M 1ാം റാങ്കും, കുഴിമണ്ണ ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിലെ മുഹ്സിന മോൾ 2ാം റാങ്കും, ഒമ്മുൽഖുറ അലിഫ് സെക്കൻഡറി മദ്രസയിലെ ആബിദ മുനവ്വിറ P 3ാം റാങ്കും നേടി. 10ാം ക്ലാസ്സിൽ തളിപ്പറമ്പ് നാടുകാണി ദാറുലമാൻ അൽമക്ർ സുന്നി സെക്കൻഡറി മദ്രസയിലെ ഫാത്തിമത്തുൽ ജുമാന 1ാം റാങ്കും, മുക്കം മരഞ്ചാട്ടി മർക്കസ് ഗേൾസ് ഓർഫനേജ് മദ്രസയിലെ മുർഷിദ K 2ാം റാങ്കും, മണ്ണാർക്കാട് അൽ അബ്റാർ മദ്രസയിലെ ഹാമിദ TS 3ാം റാങ്കും നേടി. റാങ്ക് ജേതാക്കളെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പരീക്ഷാ വിഭാഗം ചെയർമാൻ PK അബൂബക്കർ മൗലവി, ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് എന്നിവർ പ്രത്യേകം അഭിനന്ദിച്ചു. പരീക്ഷാഫലം വിദ്യാഭ്യാസ ബോർഡ് വെബ്സൈറ്റായ www.samasta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ മെയ് 5 മുതൽ 15 വരെ. പേപ്പർ 1-ന് 25 രൂപ ഫീസ് സഹിതം അപേക്ഷിക്കാവുന്നതാണ്. 2 വിഷയങ്ങളിൽ മാത്രം പരാജയപ്പെട്ടവർക്കായി സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർ മെയ് 20 മുതൽ 30 വരെ പേപ്പർ 1-ന് 50 രൂപ വീതം മദ്രസയിലെ പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രത്തോടെ അപേക്ഷിക്കണം. മർഹൂം പാറന്നൂർ PP മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ അനുസ്മരണം പാറന്നൂരിൽ തുടക്കമായി. മുനീറുൽ ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമായ പാറന്നൂർ പാലോളി താഴത്ത് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് നടന്ന സിയാറത്തിന് ആലുകുട്ടി ഫസി മടവൂർ നേതൃത്വം നൽകി. സുലൈമാൻ മുസ്ലിയാർ പതാക ഉയർത്തി. 7:30-ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ലത്തീഫ് സാദി മതപ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ കീലത്ത് മുഹമ്മദ് മാസ്റ്റർ
ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ, ലുക്മാനുൽ ഹക്കീം സഖാഫി, അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം, ഖാലിദ് സഖാഫി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. 5 നടക്കുന്ന സമാപന ദിക്ർ ദുആ സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള സുന്നി യുവജന സംഘം മുക്കം സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമാഗമവും ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും പ്രവർത്തക ക്യാമ്പും ഈ മാസം 11 മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടത്താൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് 3 തുടങ്ങി രാത്രി 9 മണിയോടെയാണ് സമാപിക്കുക. N. അലി അബ്ദുള്ള, സയ്യിദ് മുഹമ്മദ് തുറാബുത്തങ്ങൾ, സയ്യിദ് ത്വാഹ സഖാഫി, റഹ്മത്തുള്ള സഖാഫി എളമരം, ആലിക്കുട്ടി ഫൈസി മടവൂർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും. സമാഗമത്തിന്റെ ഭാഗമായി 48 യൂണിറ്റ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ച് ഈ മാസം 4 സെക്രട്ടറി സംഗമം നടത്താനും തീരുമാനിച്ചു. MK സുൽഫിക്കർ സഖാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം N. മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. CK ഷമീർ മാസ്റ്റർ, M. അബ്ദുൽ മജീദ് മാസ്റ്റർ, KS മൂസ മാസ്റ്റർ, K. അഹമ്മദ് ഷാഫി തുടങ്ങിയ പ്രമുഖർ നേതൃത്വം നൽകി. കൊട്ടപ്പുറം സംവാദത്തിന് 3 പതിറ്റാണ്ട്. KMC ന്യൂസ് ടൈം ഒരു എത്തിനോട്ടം. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുണരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിത 1983 ഫെബ്രുവരി 1, 2, 3 തീയതികൾ സുന്നി പ്രസ്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നാണ്. അഹ്ലുസുന്നയുടെ അജയ്യത തെളിയിച്ച നാളുകൾ. ആ ദിനങ്ങളിലാണ് കൊട്ടപ്പുറം സംവാദ വിജയമുണ്ടായത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കരിദിനം. ഐക്യത്തിലും സൗഹാർദ്ദത്തിലും മതമൈത്രിയിലും ജാതിമതഭേദമന്യേ കഴിഞ്ഞിരുന്ന കേരളത്തിലേക്ക് അനൈക്യത്തിന്റെ വിത്ത് പാകി 1921 കടന്നുവന്ന മതപരിഷ്കരണ പ്രസ്ഥാനത്തിന് ചില പ്രദേശങ്ങളിലെങ്കിലും വേരോട്ടമുണ്ടായിരുന്നു. പുളിക്കൽ അന്ന് അത്തരമൊരു നാടായിരുന്നു. അവിടെ മൈക്ക് വെക്കാൻ പോലും സുന്നികളെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കാലമുണ്ടായി. അവസാനം മർഹൂം EK ഹസൻ മുസ്ലിയാർ തന്റെ കർമ്മഭൂമിയായി പുളിക്കൽ പ്രദേശം തിരഞ്ഞെടുത്തു. സത്യം മനസ്സിലാക്കിയ ചില ഉമറാക്കൾ മുജാഹിദ് പ്രസ്ഥാനം വിട്ട് ഹസൻ മുസ്ലിയാരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു. മർഹൂം KP മൊയ്തീൻകുട്ടി ഹാജി അവരുടെ മുൻപന്തിയിൽ നിന്നു. ഹാജിയുടെ തണലിൽ ഹസൻ മുസ്ലിയാർ പുളിക്കലും പരിസരത്തും മരണം വരെ ഖണ്ഡന പ്രസംഗം നടത്തി. സത്യം തെളിയിക്കാൻ അവരെ വെല്ലുവിളിച്ചു. അവർ തയ്യാറായില്ല. അന്നൊക്കെ അവിടുത്തെ വലം കൈയായി പ്രവർത്തിക്കുകയായിരുന്നു കാന്തപുരം ഉസ്താദ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ പണ്ഡിതർക്ക്, വലിയവർ അവർ പിന്നെ അവരുടെ സ്ഥാനം കൊണ്ട് അവരാ നിലക്ക് നീങ്ങുന്നു. ചെറുപ്പക്കാരായ പണ്ഡിതർക്ക് ബിദ്അത്തുകാരൻ നേരിടാനുള്ള ധൈര്യം ഉണ്ടാക്കിക്കൊടുത്തത് ഹസൻ മുസ്ലിയാരാണ്. അതിനു മുമ്പ് പേടിയാണ്. അവർ എന്തൊക്കെ ചോദിക്കും, മറുപടി പറയാൻ കഴിയോ എന്നുള്ള പേടിയാണ് പലർക്കും. വലിയ ആളുകൾക്ക് പിന്നെ പേടിയുണ്ടാവില്ല. ഇടത്തരം ആളുകൾക്ക് വലിയ പേടിയാണ്. ആ പേടി തീർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ഇറങ്ങാൻ പണ്ഡിതന്മാരെ സജ്ജമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹസൻ മുസ്ലിയാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പണ്ഡിതന്മാർക്ക് സ്റ്റഡി കൊടുക്കുന്ന ഒരു ക്ലാസ് 7 ദിവസം ചാലിയത്ത് അബു സഅദാത്ത് അഹമ്മദ് കോയ സാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പള്ളിയിൽ വെച്ച് നടത്തിയത്. അന്ന് ക്ലാസ് എടുക്കുന്നത് പ്രധാനമായി ഹസൻ മുസ്ലിയാർ, രണ്ടാമതായി വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ഞാൻ അന്ന് പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും കൂടിയാണ്. ക്ലാസ് ചിലപ്പോഴൊക്കെ എടുക്കും, എങ്കിലും പഠിക്കുകയും പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. ആ ക്ലാസ്സിന് ശേഷം ഇത് വളരെ ഫലപ്രദമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലാ ജമിയത്തുൽ ഉലമ ആവശ്യപ്പെട്ടതനുസരിച്ച് 15 ദിവസത്തെ ഒരു ക്യാമ്പ് KS സുലൈമാൻ ഹാജിയുടെ വീട്ടിൽ വെച്ച് നടത്തുകയുണ്ടായി. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ,
KV മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ ഉണ്ടെങ്കിലും പ്രധാനമായി വിഷയം തറപ്പിച്ച് പറഞ്ഞ് വ്യക്തമായി പഠിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ മർഹൂം ഹസൻ മുസ്ലിയാർ തന്നെയായിരുന്നു. 1982 ഓഗസ്റ്റ് 14 EK ഹസൻ മുസ്ലിയാർ വിട പറഞ്ഞു. വിട പറയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് മുസ്ലിമാകാൻ ആവശ്യപ്പെട്ട് മുജാഹിദുകൾ കത്തയച്ചത് മുസ്ലിം കേരളിയെ ഏറെ വേദനിപ്പിച്ചു. ഹസൻ മുസ്ലിയാരുടെ വിയോഗം അവർ ആഘോഷിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി അവർ സംവാദത്തിന് വെല്ലുവിളികൾ നടത്തി. കൊട്ടപ്പുറത്ത് നടന്ന ഒരു പ്രഭാഷണവേദിയിൽ അവർ നടത്തിയ വെല്ലുവിളി സ്വീകരിക്കാൻ സുന്നികൾ തയ്യാറായി. അതോടെ മുജാഹിദുകൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും സുന്നികൾ സമ്മതിച്ചില്ല. 1983 ഫെബ്രുവരി 1, 2, 3, 4 തീയതികളിൽ സംവാദം നടത്താൻ തീരുമാനമായി. ഒരു സ്റ്റേജിൽ 2 ഭാഗത്തായി ഇരുവിഭാഗങ്ങളും മധ്യത്തിൽ മധ്യസ്ഥന്മാരുമെന്ന ക്രമത്തിൽ ഓരോ ദിവസവും ഇരുവിഭാഗത്തിന്റെ വിഷയാവതരണത്തോടെയാണ് തുടക്കം. സുന്നിപക്ഷത്ത് PKM ബാക്കവി അണ്ടോണ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, നാട്ടിക മുസ്ലിയാർ എന്നിവരാണ് വിഷയം അവതരിപ്പിച്ചത്. 4-ാം ദിവസം KK അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു അവതരണത്തിന്. 3-ാം ദിവസം തന്നെ സമാപിച്ചതിനാൽ 4-ാം ദിവസം നടന്നില്ല. മറുഭാഗത്ത് ഗണ്ണനത്തിന് AP അബ്ദുൽ ഖാദർ മൗലവിയും മറ്റു പലരും മാറി മാറി വന്നു. പക്ഷേ സുന്നി പക്ഷത്ത് ഗണ്ണനത്തിന് ഒരേ ഒരാൾ മാത്രമായിരുന്നു. അന്നത്തെ യുവപണ്ഡിതന്മാരിൽ ഒരാളായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പുഞ്ചിരിച്ചുകൊണ്ട് തുടങ്ങി കാര്യഗൌരവത്തോടെ ഏതു സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ശൈലിയിൽ ചോദ്യവേളയിലും മറുപടിയുടെ സമയത്തും കാന്തപുരം സ്വീകരിച്ച ശൈലി ഏറെ ആകർഷകമായിരുന്നു. ആ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കൊട്ടപ്പുറത്ത് 10,000 ഒത്തുകൂടിയിരുന്നു. 3-ാം ദിവസം അർദ്ധരാത്രിയായിട്ടും മുജാഹിദ് വിഭാഗത്തിന് പിടിച്ചു നിൽക്കാനാകാതെ പരാജയം സമ്മതിച്ചതോടെയാണ് സംവാദം അവസാനിച്ചത്. ഒടുവിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങി. കലങ്ങിമറിഞ്ഞ നഗരിയിലൂടെ തങ്ങൾക്ക് പുറത്തിറങ്ങാനാകാതെ വന്നപ്പോൾ മുജാഹിദുകൾക്ക് സുന്നികളോട് സഹായം തേടേണ്ടി വന്നു. കൊട്ടപ്പുറം സംവാദത്തിന്റെ ത്രസിപ്പിക്കുന്ന ചില ഓർമ്മകൾ ഇങ്ങനെ കേൾക്കാം. മരണശയ്യയിൽ കിടക്കുമ്പോൾ അഖിലും തെക്കും നീ മുസ്ലിമാകണം, അസമ്മത്തിലാരെ നീ കാപ്പറാണെന്ന് കത്തെഴുതിയ ഇവര് ഇപ്പൊ അസമ്മത്തിലാരെ ഹുക്കുമായിട്ടാ വന്നതല്ലേ? എന്റെ ചോദ്യം 15 ചോദ്യം അവശേഷിക്കുന്നു. ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് അവസാനത്തെ ചോദ്യം ഞാൻ പറഞ്ഞ 15 ചോദ്യത്തിനും മറുപടി തന്നിട്ടില്ല. 15 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം സുൽത്തിന്റെ നിർവചനമുണ്ട്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ റഊഫുർ റഹീം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ദുആ എല്ലാം ഇബാദത്താണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എല്ലാ ഇബാദത്തും ഇബാദത്ത് മാത്രമാണ് ശിർക്ക്, എല്ലാ ദുആവും ശിർക്കാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്റെ 15 ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറയേണ്ടതാണ്. നിങ്ങൾ മറുപടി പറയാതെ വിടുകയില്ല. അതുകൊണ്ട് വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, EK ഹസൻ മുസ്ലിയാരുടെ പുസ്തകത്തിലില്ല. EK ഹസൻ മുസ്ലിയാരുടെ പുസ്തകത്തിൽ സഹാബത്ത് പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒരു സഹാബി അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് കൊണ്ട് പറഞ്ഞ വിഷയം മറ്റൊരു മുജ്തഹിദ് സ്വീകരിക്കേണ്ടതില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹസൻ മുസ്ലിയാരുടെ പുസ്തകത്തെ പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ ഹസൻ മുസ്ലിയാരെ കാഫിറാക്കി കത്തെഴുതിയ നിങ്ങൾ ഹസൻ മുസ്ലിയാരെ കൊണ്ടുവരണം. അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇത്തിഹാസ ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല, നിങ്ങൾക്ക് സാധിക്കുകയില്ല. അവസാനം EK ഹസൻ മുസ്ലിയാരുടെ പേരിൽ ഫാത്തിഹ ഓതി പ്രാർത്ഥിച്ച ശേഷമാണ് ഇരുകൂട്ടരും വേദിയിൽ നിന്ന് ഇറങ്ങിയത്. അന്ന് വഹാബി കേന്ദ്രമായിരുന്ന അരൂരിൽ നിന്നും മറ്റും സുന്നികളെ കൂക്കി വിളിക്കാൻ കൊണ്ടുവന്നവരടക്കം സുന്നികളായിട്ടാണ് തിരിച്ചുപോയത്. അരൂരിൽ നിന്ന് മാത്രം 70ഓളം കുടുംബങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നു. അതേസമയം വാദപ്രതിവാദം സമുദായത്തെ തമ്മിലടിപ്പിക്കാനുള്ളതാണെന്ന് പറഞ്ഞ ചില സമുദായ പ്രേമികൾ കൊണ്ടോട്ടിയിലും പരിസരത്തും നോട്ടീസ് ഇറക്കിയിരുന്നു. അതേസമയം കൊട്ടപ്പുറം സംവാദത്തോടെ കാന്തപുരം ഉസ്താദിന്റെ പുതിയ ലോകത്തേക്കുള്ള ജൈത്രയാത്ര തുടരുകയായിരുന്നു. ഒരു ഭാഗത്ത് ആവേശമുള്ള അനുയായികളുടെ കരുത്തും മറുഭാഗത്ത് അസൂയാലുക്കളുടെ അസഹ്യ അഭിഷേകങ്ങളും. ഹസൻ മുസ്ലിയാരുടെ വിയോഗത്തോടെ ഒരിക്കലും സുന്നി പ്രസ്ഥാനം തകർന്നിട്ടില്ലെന്ന ആവേശം സുന്നികൾക്ക് ലഭിച്ചു. ഈ ശക്തിയെ തളർത്താനായില്ലല്ലോ എന്ന നിരാശ മുജാഹിദ് പാളയത്തെ അമ്പരപ്പിച്ചു. സുന്നി ശക്തി കാന്തപുരത്തിന്റെ പിന്നിലായാൽ അത് പല ഭാഗത്തും ഇളക്കം തട്ടിക്കുമെന്ന ധാരണ പല കേന്ദ്രങ്ങളെയും പിടിച്ചുകുലുക്കിയിരുന്നു. സംവാദം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും കാന്തപുരത്തിനെതിരിലും സംവാദത്തിനെതിരിലും പല കേന്ദ്രങ്ങളിൽ നിന്നും അസൂയക്കാരുടെ അപശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു.
കൊട്ടപ്പുറം സംവാദത്തിന് 3 പതിറ്റാണ്ട് തികയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദയനീയ സ്ഥിതി ഏറെ പരിതാപകരമാണ്. കൊട്ടപ്പുറത്തെ കാന്തപുരത്തിന്റെ അന്നത്തെ ആ ചോദ്യങ്ങൾ ഇന്ന് മുജാഹിദുകളെ തുറിച്ചു നോക്കുകയാണ്. കുറച്ചു മുമ്പ് 2ആയും ഇപ്പോൾ 8ആയും പിരിഞ്ഞ മുജാഹിദ് വിഭാഗം അതേ ചോദ്യങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്. പിളർപ്പും വിഴുപ്പലക്കലും നാടൊട്ടുക്കും നടക്കുന്നു. തൗഹീദിന്റെയും ഷിർക്കിന്റെയും നിർവചനം 3 ദിവസവും അന്ന് കാന്തപുരം ഉസ്താദ് അവരോട് ആവർത്തിച്ചു ചോദിച്ചതായിരുന്നു. സഹായ അഭ്യർത്ഥനയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിരുന്നു. ആ സഹായത്തിന്റെ പേരിലാണിപ്പോൾ അവർ പരസ്പരം വാഗ്വാദം നടത്തുന്നതും ബഹുദൈവത്വം ആരോപിക്കുന്നതും. ഈ മുസീബത്തിൽ നിന്ന് അവരെ സഹായിക്കാൻ ഒരു ജിന്നും വരുന്നില്ല എന്നതാണ് പരിതാപകരം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊട്ടപ്പുറം സംവാദത്തിന്റെ 30ാം വാർഷിക സമ്മേളനത്തിന് കൊട്ടപ്പുറം EK ഹസൻ മുസ്ലിയാർ നഗരിയിൽ നാളെ തുടക്കം. തത്സമയം KMIC-യിൽ. സമസ്ത മദ്രസ പൊതുപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 97% വിജയം. സാമുദായിക സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ പെട്രോൾ വില ലിറ്ററിന് 3 രൂപ കുറച്ചു. സബ്സിഡിയില്ലാത്ത പാചകവാതക സിലിണ്ടറിന്റെ വില 56 രൂപ കുറച്ചു. ജനങ്ങൾ ഇരുട്ടത്ത്, മന്ത്രിമാർ വൈദ്യുതി ദൂർത്ത് തുടരുന്നു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com, www.sunnyonlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.